മലയാള സിനിമയിലെ നടന വിസ്മയം മോഹൻലാൽ, നമ്മുടെ എല്ലാവരുടെയും ലാലേട്ടൻ. ലാലേട്ടൻ്റെ ആരാധകർ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടരും സിനിമയുടെ വൻ വിജയത്തിന് ശേഷം നമ്മുടെ സൂപ്പർ ഹിറ്റായ ചോട്ടാ ബംബയും റിലീസ് ചെയ്തിരിക്കുകയാണ്. ആ റിലീസിൻ്റെ തരംഗം കേരളമാകെ അലയടിക്കുമ്പോൾ മോഹൻലാലിൻ്റെ ഇല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ആരാധകരുടെ പേരിൽ വലിയൊരു തട്ടിപ്പ് നടക്കുന്നു. സാമൂഹ്യ മാധ്യമമായ ഫേസ്ബുക്ക് വഴിയാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. നമുക്കറിയാം, സാമൂഹ്യ മാധ്യമത്തിൽ ഒട്ടേറെ തട്ടിപ്പുകൾ നടക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ നിരംപ്രതി ഉയരുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സൈബർ സെൽ ഉൾപ്പെടെയുള്ളവരുടെ കണക്കുകളെല്ലാം പുറത്തുവിട്ടിരുന്നു. ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ പേരിലും ഈ തട്ടിപ്പ് നടക്കുന്നത്. ഈ തട്ടിപ്പ് ഇങ്ങനെയാണ്. സോഷ്യൽ മീഡിയ ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോം വഴിയാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഫേസ്ബുക്ക് വഴി പല ഗെയിമിംഗ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഒരു പടം റൺ ചെയ്തുകൊണ്ടിരിക്കുക, കൃത്യമായ പടം കൃത്യമായ സൈസിൽ എത്തിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വിജയി ആകും എന്ന് പറഞ്ഞിട്ടുള്ള പല തട്ടിപ്പുകളാണ് നടക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ ഈ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം വളരെ ജാഗ്രതയോടെ തന്നെയാണ് സൈബർ സെൽ വിഭാഗവും പരിശോധിക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ലാലേട്ടൻ്റെ പേരിലും ഈ തട്ടിപ്പുകൾ നടക്കുന്നത്. ലാലേട്ടൻ്റെ പേരിൽ മാത്രമല്ല, ലാലേട്ടൻ്റെ ആരാധകരുടെ പേരിലാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. മോഹൻലാൽ ഫാൻസ് എന്ന ഒരു ഫേസ്ബുക്ക് പേജ് വഴിയാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. അതിനകത്ത് പല ഗെയിമിംഗ് പ്രൊസീജിയറാണ് നടക്കുന്നത്, പല രീതിയിലുള്ള ഗെയിമിംഗ് നടക്കുന്നുണ്ട്. അതെല്ലാം സെയിം പാറ്റേൺ തന്നെയാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. പല നമ്പറുകൾ സ്പീഡിലോടും, ആ സ്പീഡിലോടുമ്പോൾ നമ്പർ കൃത്യമായ ഭാഗത്ത് എത്തിച്ച് കൃത്യമായിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് തിരിച്ചയച്ചു കൊടുക്കുന്നവർക്ക് ലക്ഷങ്ങളും കോടികളും അതുപോലെ തന്നെ ഡോളറുകൾ വരെ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് തട്ടിപ്പ് നടക്കുന്നത്. ആരാധകരുടെ പേരിലാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതും നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ. ഇതുമായി ബന്ധപ്പെട്ട് കരുനാഗപ്പള്ളി ന്യൂസ് ടീം ലാലേട്ടൻ ഫാൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടിരുന്നു. അവർ കൃത്യമായിട്ട് പറഞ്ഞു ഇങ്ങനത്തെ തട്ടിപ്പ് നടക്കുന്നുണ്ട്, അത് വളരെ ജാഗ്രത പാലിക്കണം. കാരണം ഒരുപാട് വീട്ടമ്മമാർക്ക് ഉൾപ്പെടെ ഈ ലിങ്കുകൾ ഉൾപ്പെടെ അയച്ചു കൊടുത്ത് തട്ടിപ്പിൽ ഇരയാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ള തരത്തിലാണ് അതായത് ലാലേട്ടൻ ഫാൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലുള്ള വ്യക്തിത്വങ്ങൾ നമ്മളോട് പ്രതികരിച്ചത്. അതെ, നിങ്ങളൊന്ന് ഓർക്കുക, ലാലേട്ടൻ്റെ പേരിലാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. ആ തട്ടിപ്പിനെ നമുക്ക് കണ്ടില്ലെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ടീം, കരുനാഗപ്പള്ളി ന്യൂസ് ടീമോ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇവരുമായിട്ടുള്ള ലിങ്ക് വഴി ബന്ധപ്പെട്ടിരുന്നു. അതായത് അങ്ങനെ ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് ഇവർ നമുക്ക് അയച്ചു തന്ന ഒരു വിശദാംശങ്ങളാണ്. അതായത് 10,000 രൂപ സമ്മാനം നേടിയ വിജയികളിൽ ഒരാളാണ് നിങ്ങൾ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ സമയം ചെലവഴിക്കുക. കാരണം ഇത് 100% സത്യമാണ്. അതായത് ഈ തട്ടിപ്പ് 100% തട്ടിപ്പ് സത്യമാണെന്ന് തന്നെ അവർ തന്നെ പ്രഖ്യാപിക്കുകയാണ്. എൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ സമ്മാനം സ്ഥിരീകരിച്ചതിന് ശേഷം സമ്മാനത്തിന് 100% നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും. വിജയികൾക്ക് വിജയകരമായി രജിസ്റ്റർ ചെയ്യുന്നതിന് അഭിനന്ദനങ്ങൾ. ഫണ്ടുകൾ വിവേകത്തോടെ ഉപയോഗിക്കുക. അതായത് ഈ തട്ടിപ്പ് നടത്തുന്നവർ പറയുക, നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പണം വളരെ നല്ല രീതിയിൽ മാത്രം വിനിയോഗിക്കുക. അതായത് വളരെ ഒരു തട്ടിപ്പിൻ്റെ ഏറ്റവും പ്രധാന വിശ്വാസം പറ്റിപ്പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇരകളിലേക്ക് വിശ്വാസം അടിച്ചേൽപ്പിക്കുക എന്നുള്ള ഒരു പ്രക്രിയ തന്നെയാണ് അവർ ചെയ്യുന്നത്. അതിനുശേഷം 10,000 രൂപ ലഭിക്കും, നിങ്ങളുടെ സമ്മാനം ഇവിടെ ക്ലെയിം ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാൽ 2025.blogspot.com എന്ന ഒരു വെബ്സൈറ്റ് നൽകിയിരിക്കുകയാണ്. ആ വെബ്സൈറ്റിൽ നമ്മൾ കയറിയ ശേഷം അടുത്ത അവരുടെ ഒരു വിശദാംശം, അതായത് അവരുടെ ഒരു അടുത്ത സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ സ്ക്രീൻ നമുക്ക് പ്രത്യക്ഷപ്പെടുവാണ്. ഈ പ്രത്യക്ഷപ്പെടുമ്പോഴത്തേക്ക് ഇതിൽ നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മുടെ എമ്പുരാനിലെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു പടമായിരുന്നു എമ്പുരാനിലെ ലാലേട്ടൻ്റെ ചിത്രം ഉപയോഗിച്ചത്. അതിൽ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ മെറ്റ പ്ലാറ്റ്ഫോമിൻ്റെ വെരിഫിക്കേഷൻ ടിക്കായ ബ്ലൂ ടിക്ക് വരെ കൊടുത്തിരിക്കുകയാണ്. അതായത് വളരെ തന്ത്രപൂർവ്വമായിട്ട് ഇത് അവർ പ്രസ്താവിക്കുന്ന, അല്ലെങ്കിൽ അവർ ഞങ്ങളുടെ സൈറ്റ് വളരെ കൃത്യമായിട്ട് സത്യസന്ധമാണോ, അല്ലെങ്കിൽ മെറ്റ അല്ലെങ്കിൽ ഗൂഗിൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉൾപ്പെടെ ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം ഇത് സ്ഥിരീകരിച്ചതാണെന്നുള്ള രീതിയിലാണ് ഇവർ ഈ സൈറ്റിൽ പറയുന്നത്. അതിനുശേഷം അഭിനന്ദനങ്ങൾ. നിങ്ങളിൽ നിന്ന് സമ്മാനം ലഭിച്ച ഭാഗ്യവാന്മാരിൽ ഒരാളാണ് നിങ്ങൾ. വീണ്ടും പറയാണ്, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സമ്മാനം നിങ്ങൾക്ക് ലഭിച്ചതാണെന്ന് വീണ്ടും പറയുകയാണ്. അതിനുശേഷം താഴെ രജിസ്റ്റർ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ നടത്തണം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അതിനുശേഷം അതിനകത്ത് പ്രത്യേകം പറയുന്ന രണ്ടാമത്തെ ഘട്ടമാണ്, നമുക്കിത് വലിയ തട്ടിപ്പാണെന്നും വലിയൊരു സ്കാമാണ് നടക്കുന്നത്. ലോകം മുഴുവനുള്ള ലാലേട്ടൻ്റെ ആരാധകരുടെ പേരിൽ വലിയൊരു സ്കാം നടക്കുന്നുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചത്. അതായത് അതിനകത്ത് പറയാം, നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ അത് നൽകുക, സൗജന്യ ഓപ്ഷനായി അത് ഓർമ്മിക്കുക, ശ്രമിക്കുക എന്നിവ തിരഞ്ഞെടുക്കുക. അപ്പോൾ അതായത് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ നമ്മുടെ ഡെബിറ്റ് കാർഡിൻ്റെ ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് ഇതിനകത്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ ഇവരെ സമ്മാന തുക നമുക്ക് അയച്ചു തരുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം രണ്ടാമത്തെ
രണ്ടാമത്തെ നമ്മൾ ഇതിൽ പ്രതികരിച്ചില്ല, നമ്മൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാനോ ഒന്നും പോയില്ല. കാരണം നമുക്ക് നമുക്കറിയാലോ, നമ്മൾ സ്കാമായിട്ട് നമുക്ക് ഇത് അതായത് ഒരു അവയർനെസ് ആയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക, ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടെ തന്നെ നമ്മൾ ഇതിനകത്ത് രജിസ്ട്രേഷൻ നടപടികളൊന്നും പൂർത്തീകരിച്ചില്ല. അതിനുശേഷം ഇന്ന് അവർ ചെയ്തിരിക്കുന്ന ഇന്ന് തന്നിരിക്കുന്നൊരു നമുക്ക് ഇന്ന് വീണ്ടും അവരുടെ ഭാഗത്തുനിന്നൊരു ഒരു മെസ്സേജ് ഇന്ന് വന്നിരിക്കുക. അതായത് നമ്മൾ ഈ സ്കാമിലേക്ക് അകപ്പെടുന്നില്ല, നമ്മൾ ഈ ചതിക്കുഴി വീഴുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായപ്പോഴത്തേക്ക് അവർ വീണ്ടും നമുക്ക് തുടരെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. അതായത് വീണ്ടും നമുക്ക് മെസ്സേജ് അയക്കുന്നു. അതായത് നിങ്ങൾ സമ്മാനത്തുക ലഭിക്കാത്തതുകൊണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ടീം സ്ഥിരീകരിക്കുന്നു. വിജയിയായി നിങ്ങളെ തിരഞ്ഞെടുത്തതിനാൽ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. എൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ റിവാർഡ് ഉടനടി പ്രോസസ്സ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അതായത് നമ്മൾ ഇതിനകത്ത് രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചില്ല, അതുകൊണ്ടാണ് അവർ ഫണ്ട് അയക്കാൻ പറ്റാത്തത് എന്നുള്ള അവർ നമ്മളെ വീണ്ടും കബളിപ്പിക്കാൻ വേണ്ടി സ്ഥിരീകരിക്കുകയാണ്. നിങ്ങൾ രജിസ്റ്റർ ചെയ്തില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫണ്ട് അയക്കാൻ പറ്റാത്തത്. ഞങ്ങളുടെ ഫണ്ട് ഇരിക്കുകയാണ്, നിങ്ങൾ വിജയി ആയി കഴിഞ്ഞു, പക്ഷെ നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റുന്നില്ല കാരണം നിങ്ങൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തില്ല എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, അതായത് ഈ അവരുടെ വെബ്സൈറ്റ്, അതായത് മോഹൻലാൽ 2025 blogspot.com എന്ന് പറഞ്ഞ ആ ഒരു വെബ്സൈറ്റിൽ കയറി നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ഡീറ്റെയിൽസുകളും നമ്മൾ കൊടുത്തതിന് ഇത് വലിയ സ്കാമിലേക്ക് പോകുക. അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിലുള്ള ഫുൾ പണവും അവരുടെ കയ്യിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ സൈബർ സെൽ ടീമുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവരും തന്നെ ഇത് സ്ഥിരീകരിക്കുന്നു, വലിയ സ്കാമാണ്, ഇതിൽ ജനങ്ങൾ പെടാതിരിക്കുക. ജനങ്ങൾ ഇത് വളരെ ബുദ്ധിപൂർവ്വം മാത്രമേ കൈകാര്യം ചെയ്യുള്ളൂ. അതായത് നമ്മൾ അറിയുമ്പോൾ കൊല്ലം ജില്ലയിലുള്ള പല വീട്ടമ്മമാർക്കും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന വീട്ടമ്മമാർക്ക് ഈ മെസ്സേജ് എന്നുണ്ട്. അത് കൂടാതെ എല്ലാവർക്കും തന്നെ ഇത് അവർ പ്രൊഫൈൽ മലയാളീസിൻ്റെ പ്രൊഫൈലുകൾ തിരഞ്ഞെടുത്ത് തന്നെ അവർ ഈ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, മോഹൻലാൽ ഫാൻസ് എന്ന പേരിൽ. അപ്പോൾ നമ്മുടെ മോഹൻലാൽ ലാലേട്ടൻ ഫാൻസ് അസോസിയേഷനായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ഏറ്റവും വലിയൊരു സ്കാമാണ്, തട്ടിപ്പാണ്. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. ഇങ്ങനത്തെ ഒരു മെസ്സേജുകൾ വരുവാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്ത് വിടുക. അതായത് ഫേസ്ബുക്കിലേക്ക് റിപ്പോർട്ട് ചെയ്യുക. അത് മെറ്റയുടെ വെരിഫിക്കേഷൻ ടിക്ക് ഉൾപ്പെടെ ഉപയോഗിച്ച് ലാലേട്ടൻ്റെ ഒരു ഫോട്ടോ ഉപയോഗിച്ച് വെരിഫിക്കേഷൻ ടിക്ക് ഉൾപ്പെടെ വെച്ച് നടത്തുന്നൊരു വലിയൊരു തട്ടിപ്പാണ്. ഇത് കേരളത്തിനകത്തുനിന്നോ പുറത്തുനിന്നോ ആയിരിക്കും ഈ തട്ടിപ്പ് നിയന്ത്രിക്കുന്നവർ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ജാഗ്രത പാലിക്കുക.